ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. അതിശയമെന്ന് ജനം പറയും, ഇഹത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും, ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. അതിശയമെന്ന് ജനം പറയും, ഇഹത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും, ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. മാറിപ്പോകാത്ത ഒരു വലിയ കല്ല് നിന്റെ മാറത്തിരിപ്പുണ്ട് ദൈവ പൈതലേ. ദൈവത്തിന്റെ വചനം വന്നു ചേരുമ്പോൾ കല്ലു മാറി കരളിൽ കൃപ നിറയും. മാറിപ്പോകാത്ത ഒരു വലിയ കല്ല് നിന്റെ മാറത്തിരിപ്പുണ്ട് ദൈവ പൈതലേ. ദൈവത്തിന്റെ വചനം വന്നു ചേരുമ്പോൾ കല്ലുമാറി കരളിൽ കൃപ നിറയും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടുകേൾവി മാത്രമെന്ന് ജനം പറയും, തക്കവിധത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. കേട്ടുകേൾവി മാത്രമെന്ന് ജനം പറയും, തക്കവിധത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. കടവറ പൊട്ടിക്കാൻ ദൈവം മിന്നലയച്ചിടും, ഇടവും വലവും ദൂതന്മാരാൽ എന്നെ നയിച്ചിടും. കടവറ പൊട്ടിക്കാൻ ദൈവം മിന്നലയച്ചിടും, ഇടവും വലവും ദൂതന്മാരാൽ എന്നെ നയിച്ചിടും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത
ചെയ്യാൻ പോകുന്നു. ചെരിഞ്ഞിരിക്കും മതിലെന്നോ പൊളിഞ്ഞൊരു വേലിയെന്നോ നിന്നെ വിളിച്ചാൽ നിന്നരം കേട്ടിടത്ത് നിന്നെ ഉയർത്തി ഉന്നതനാം യേശു ഒരു പ്രവൃത്തി ചെയ്യും. ചെരിഞ്ഞിരിക്കും മതിലെന്നോ പൊളിഞ്ഞൊരു വേലിയെന്നോ നിന്നെ വിളിച്ചാൽ നിന്നരം കേട്ടിടത്ത് നിന്നെ ഉയർത്തി ഉന്നതനാം യേശു ഒരു പ്രവൃത്തി ചെയ്യും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മനുഷ്യരുണ്ടാക്കിയ ഉപകരണങ്ങളാണ് ക്യാമറ, എക്സ്റേ മെഷീൻ, സ്കാനിങ് മെഷീനെല്ലാം. ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ച് മനുഷ്യൻ എന്തെല്ലാമാണ് ചെയ്യുന്നത്? ഒരു ക്യാമറ ഉപയോഗിച്ച് മനുഷ്യൻ്റെ പുറമേയുള്ളതായ രൂപവും ഭംഗിയും അവൻ്റെ വസ്ത്രധാരണവും അവൻ്റെ മുഖവുമെല്ലാം ക്യാമറയിൽ പകർത്തിയെടുക്കാം. അത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്ത് അതിന് വ്യത്യാസം വരുത്തുകയും ചെയ്യാം. എന്നാൽ മനുഷ്യൻ കണ്ടുപിടിച്ച മറ്റൊരു സംവിധാനമാണ്, ഉപകരണമാണ് എക്സ്റേ മെഷീൻ. അതുപയോഗിച്ചാൽ മനുഷ്യന് സാധ്യമാകുന്നത് ഒരു വ്യക്തിയുടെ അസ്ഥികളുടെ അഥവാ അവൻ്റെ ബോൺസിൻ്റെ ഘടനയാണ് മനസ്സിലാകുന്നത്. അത് എക്സ്റേ മെഷീനിൽ എക്സ്റേ എടുത്താൽ അത് ആരുടേതാണെന്ന് എക്സ്റേ കണ്ടാൽ മനസ്സിലാവുകയില്ല. അത് എഡിറ്റ് ചെയ്യാനും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുമാത്രമല്ല, മനുഷ്യൻ എക്സ്റേ ഉപയോഗിക്കുന്നത് സ്വന്തം സന്തോഷത്തോടെ ആരും പോയി എക്സ്റേ എടുക്കാറുമില്ല. ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് എക്സ്റേ എടുക്കുന്നത്. മൂന്നാമത്തേത് മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ളതായ ഉപകരണമാണ് സ്കാനിങ് മെഷീൻ. സ്കാനിങ് മെഷീൻ എന്താണ് ചെയ്യുന്നത്? അതും മനുഷ്യൻ്റെ ആന്തരിക അവയവങ്ങളെ തന്നെ പരിശോധിക്കുന്നു. ഒരു എക്സ്റേയിൽ തെളിഞ്ഞു വരാത്ത അവൻ്റെ ബോണിൽ, അസ്ഥിയിലുള്ള ഒരു ചെറിയ സ്ക്രാച്ച് പോലും സ്കാനിങ് മെഷീനിൽ തെളിഞ്ഞു വരുന്നു. അതും ആരും എഡിറ്റ് ചെയ്യാറില്ല. ആ സ്കാനിങ് മെഷീൻ കണ്ടാൽ, ആ സ്കാനിങ് റിപ്പോർട്ട് പോലും കണ്ടാൽ ആരുടേതാണെന്ന് പറഞ്ഞാലേ മനസ്സിലാവുകയുള്ളൂ. കൃത്യമായി ആളെ ഐഡൻറ്റിഫൈ ചെയ്ത് പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഒറ്റ നോട്ടത്തിൽ ഒന്നും മനസ്സിലാവുകയില്ല. ഇതെല്ലാമാണ് മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ളതായ യന്ത്ര സംവിധാനങ്ങളാണ്. മനുഷ്യനെ തന്നെ പരിശോധിക്കുവാനും മനുഷ്യൻ്റെ അകത്തുള്ളതൊക്കെ അറിയാനും വേണ്ടി മനുഷ്യരുണ്ടാക്കിയ സംവിധാനങ്ങളാണിതെല്ലാം. ഇതെല്ലാം നമുക്ക് ഒരു കാര്യമാണ് മനസ്സിലാക്കി തരുന്നത്. പുറമേ നല്ല ആരോഗ്യമുണ്ടെന്ന് തോന്നുന്ന വ്യക്തി അകത്ത് രോഗിയായിരിക്കും. പുറമേ നല്ല കരുത്തുണ്ട്, എല്ലാം നന്നായി നടക്കുന്നു എന്ന് തോന്നുന്ന ഒരു വ്യക്തിയുടെ അകത്ത് അപ്രകാരമൊന്നും ആയിരിക്കില്ല. ഗുരുതരമായൊരവസ്ഥയിലായിരിക്കും ആ രോഗിയുടെ അകത്തെ അവയവങ്ങളുടെ അവസ്ഥ, അതുപോലെയുള്ളതായ അകത്ത് നടക്കുന്നതായ പ്രവർത്തനങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഒരു യാഥാർത്ഥ്യം തന്നെ. സത്യമായ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനും കഴിയുന്നതായ യാഥാർത്ഥ്യങ്ങളാണ്. എന്നാൽ
മനുഷ്യനെ പരിശോധിക്കുവാൻ മനുഷ്യരുണ്ടാക്കിയതല്ലാതെ ദൈവത്തിൻ്റേതായ സംവിധാനമുണ്ട്. 11-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം, യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു. അവൻ്റെ കണ്ണുകൾ ദർശിക്കുന്നു. അവൻ്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു. യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ കണ്ണുകൾ അഥവാ കൺപോളകൾ മനുഷ്യനെ ശോധന ചെയ്യുന്നു. ആരെ? നീതിമാനെ പോലും ദൈവം ശോധന ചെയ്യുന്നു. മനുഷ്യൻ്റെ എല്ലാ പ്രവൃത്തിയും ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തെ മറിച്ച് മനുഷ്യനൊന്നും ചെയ്യാൻ സാധിക്കില്ല. ദൈവം കാണാത്ത യാതൊരു പ്രവൃത്തിയുമില്ല മനുഷ്യൻ്റെ ഉള്ളിൽ. ദൈവം അറിയാത്ത യാതൊരു ഹൃദയ രഹസ്യങ്ങളുമില്ല മനുഷ്യൻ്റെ ഉള്ളിൽ. ദൈവം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചു, യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു. എന്നുവെച്ചാൽ ജീവനുള്ള ദൈവത്തോട് എന്നെ ഒന്ന് ശോധന ചെയ്യണമേ, എൻ്റെ ഹൃദയത്തിലുള്ളത് എനിക്കൊന്ന് മനസ്സിലാക്കി തരണമേ എന്ന് സ്നേഹത്തോടുകൂടെ ദൈവമുമ്പാകെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന മനുഷ്യരുണ്ട്. അവരെയാണ് അവിടെ നീതിമാന്മാരെന്ന് പറയുന്നത്. അവർ ദൈവത്തിൽ നിന്ന് ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരല്ല. ദൈവം കാണാതെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്ന മനുഷ്യരല്ല. അല്ലെങ്കിൽ ദൈവമൊന്നും അറിഞ്ഞില്ല എന്നുള്ള മട്ടിൽ എല്ലാം മൂടിവെച്ചുകൊണ്ടിരിക്കാൻ താല്പര്യമുള്ളവരല്ല. മറിച്ച് തങ്ങളുടെ രഹസ്യവും പരസ്യവും പ്രവൃത്തിയും ചിന്തകളും നിരൂപണങ്ങളും എല്ലാം ദൈവത്തിൻ്റെ മുമ്പാകെ സമർപ്പിക്കാൻ ആഗ്രഹമുള്ളവരെയാണ് അവിടെ നീതിമാന്മാരെന്ന് പറയുന്നത്. അവരെ ദൈവം ശോധന ചെയ്യുന്നു. നമുക്ക് വേദപുസ്തകം പഠിക്കുമ്പോൾ 139-ാം സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങളിൽ ദാവീദ് പ്രകാരം പ്രാർത്ഥിക്കുന്നതായി അപേക്ഷിക്കുന്നതായി നമുക്ക് വായിക്കാൻ സാധിക്കും. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ദൈവത്തിന് സ്തോത്രം. 26-ാമത്തെ സങ്കീർത്തനം 2-ാമത്തെ വാക്യവും നമുക്ക് വായിക്കാം. യഹോവേ, എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ. എൻ്റെ അന്തരംഗവും എൻ്റെ ഹൃദയവും പരിശോധിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഇവിടെയും ദാവീദ് തന്നെയാണ് പറയുന്നത്. ദാവീദ് ആ താല്പര്യമുള്ള മനുഷ്യനായിരുന്നു, ആ ആഗ്രഹമുള്ള മനുഷ്യനായിരുന്നു, ആ സമർപ്പണമുള്ള മനുഷ്യനായിരുന്നു. ദൈവം എന്നെ ശോധന ചെയ്യണം. എൻ്റെ അന്തരംഗവും എൻ്റെ ഹൃദയവും ദൈവം പരിശോധിക്കണം. എൻ്റെ മനസ്സും എൻ്റെ മനസാക്ഷിയും ദൈവം പരിശോധിക്കണം. എൻ്റെ പ്രവൃത്തി മാത്രമല്ല, എൻ്റെ ആക്ഷൻസ് ആൻഡ് റിയാക്ഷൻസ് ആൻഡ് മൈ മോട്ടിവേഷൻസ് എല്ലാം ദൈവം ഒന്ന് പരിശോധിക്കണം. കാരണം മനുഷ്യനായ എൻ്റെ ഉള്ളിൽ തെറ്റായത് വരാൻ സാധ്യതയുണ്ട്. തെറ്റ് മറച്ചു പിടിക്കാൻ സ്വാഭാവികമായും സാധ്യതയുണ്ട്. മോഹം ജനിക്കാൻ സാധ്യതയുണ്ട്. മോഹചിന്തകൾ വളരാൻ സാധ്യതയുണ്ട്. അതെല്ലാം ഒരു മനുഷ്യനായ എൻ്റെ ഉള്ളിൽ സ്ഥാനമോഹത്തിന് സാധ്യതയുണ്ട്, അഹങ്കാരത്തിന് സാധ്യതയുണ്ട്. എല്ലാ പാപത്തിനും വളരാൻ വളക്കൂറുള്ള മണ്ണാണ് മനുഷ്യഹൃദയം എന്ന് പറയുന്നത്. എല്ലാ തിന്മയും വളരാൻ സാധ്യതയുള്ളതാണ് മനുഷ്യൻ്റെ ഹൃദയമെന്ന് പറയുന്നത്. അപ്പോൾ ഭക്തനായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് പിന്നീടുള്ളതായ ഏക പ്രത്യാശ അഥവാ ഏക ആത്മീയ ധൈര്യം വളരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ളതായ ധൈര്യമെന്ന് പറയുന്നത് ദൈവം എന്നെ പരിശോധിക്കുന്നു, ദൈവമെല്ലാം അറിയുന്നു, ദൈവം എൻ്റെ ഹൃദയത്തെ പരിശോധിച്ച് എനിക്ക് തന്നെ അത് മനസ്സിലാക്കി തരുന്നു. ദൈവവചനത്തിലൂടെ, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകളിലൂടെ, അനുഗ്രഹീതരായ ദൈവമക്കളിലൂടെ, ദൈവവചനത്തിലൂടെയെല്ലാം എൻ്റെ അവസ്ഥ ദൈവം എനിക്ക് മനസ്സിലാക്കി തരുന്നു. അത് സന്തോഷത്തോടെ ഞാൻ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ദാവീദിൻ്റെ ആഗ്രഹത്തോടു കൂടിയുള്ള പ്രാർത്ഥനയുടെ പിന്നിലുള്ളതായ രഹസ്യം. പ്രിയപ്പെട്ടവരെ, ദാവീദ് സങ്കീർത്തനത്തിൽ ഇങ്ങനെ തന്നെ പരിശോധിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ദാവീദ് ഉറപ്പ് പറയാനൊരു കാരണവും കൂടിയുണ്ട്. അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 11-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു. പക്ഷികളെ നിങ്ങൾ പർവ്വതത്തിലേക്ക് പറന്നു പോകുവിനെന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ?
ദാവീദിന് യജമാനായിരുന്ന ശൗലിൽ നിന്ന് പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്. ദാവീദിൻ്റെ കുടുംബത്തിൽ മക്കളിൽ നിന്ന് പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്. രണ്ട് സമയത്തും ദാവീദ് ഭവനം വിട്ട് ഓടിപ്പോയിട്ടുണ്ട്. ഭവനം വിട്ട് മാറിപ്പോകേണ്ടതായി ദാവീദിന് സംഭവിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ദൈവഭക്തനായതുകൊണ്ട് അവന് എന്നും ഒരു പ്രൊട്ടക്ഷൻ, ഒരു പ്രശ്നവുമില്ലാതെ ഒരു പ്രശ്നരഹിതമായ ജീവിതം ഒരിക്കലും ലഭിക്കണമെന്നില്ല. ഒരു കാലുഷ്യമില്ലാത്ത അഥവാ ഒരു പ്രതിസന്ധിയില്ലാത്ത ജീവിതം ലഭിക്കണമെന്നില്ല. ഭക്തനായതുകൊണ്ട് മാത്രം. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനാണ് ഭക്തനായതുകൊണ്ട് പ്രശ്നരഹിതമായൊരു ജീവിതം ലഭിക്കില്ല എന്നുള്ളത് ദാവീദിൻ്റെ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഭക്തന്മാരെല്ലാം ധാരാളം പ്രതിസന്ധികൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. അവരെല്ലാം പ്രയാസങ്ങളിലൂടെ തന്നെ കടന്നു പോയിട്ടുള്ളവരാണ്. പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. കണ്ണുനീരിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. ദാവീദും അതുപോലെ തന്നെ പ്രതിസന്ധി നേരിട്ടുള്ളതായ മനുഷ്യനാണ്. അപ്പോൾ മറ്റുള്ളതായ ആളുകൾ, ദാവീദിനെ ഉപദേശിക്കുന്നവർ, ദാവീദിനോട് പറയുന്നത് പോലെ ദാവീദ് പറയുന്നത് എങ്ങനെയും ഓടി രക്ഷപ്പെടുക, എങ്ങനെയും അവർ പ്രത്യാശയുടെ വചനത്തേക്കാൾ കൂടുതൽ നിരാശയുടെ വചനമാണ് ദാവീദിൻ്റെ ചെവിയിലേക്ക് വരുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, പലപ്പോഴും യോബിൻ്റെ സ്നേഹിതന്മാരുൾപ്പെടെ ഭക്തന്മാരായ ആളുകൾക്ക് പോലും സ്നേഹിതന്മാരിൽ നിന്ന് കിട്ടുന്ന ഉപദേശം എപ്പോഴും ഭക്തി വളർത്തുന്നതാകണമെന്നില്ല. എപ്പോഴും അവരുടെ സമർപ്പണം വർദ്ധിപ്പിക്കുവാനോ ആഴത്തിലാക്കുവാനോ ആത്മീയമായ ചൈതന്യം പ്രാപിക്കുവാനോ ഉള്ളതായിരിക്കില്ല ലഭിക്കുന്നതായ പല നിർദ്ദേശങ്ങളും. ദാവീദ് തന്നെ പറയുന്നുണ്ട്, അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോകുന്നതായ അവസരങ്ങൾ. അടിസ്ഥാനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടേതായ എല്ലാം. ആരോഗ്യമുള്ളൊരു മനുഷ്യന് ആരോഗ്യം ഒരു അടിസ്ഥാനമാണ്, സാമ്പത്തികം ഒരു അടിസ്ഥാനമാണ്, ബന്ധങ്ങളൊരു അടിസ്ഥാനമാണ്. പ്രിയപ്പെട്ടവരെ, നാം പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളിൽ ചില അടിസ്ഥാനങ്ങളുണ്ട്. ജോലി ഒരു അടിസ്ഥാനമാണ്. ഇതെല്ലാം അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ പ്രവർത്തന രംഗങ്ങളെല്ലാം ഒരു അടിസ്ഥാനമുള്ളതാണ്. പക്ഷേ ആ അടിസ്ഥാനങ്ങളെല്ലാം മറിഞ്ഞു പോയേക്കാം. അതെല്ലാം മറിഞ്ഞു പോയാൽ ശരി. അതാണ് ദാവീദ് പറയുന്നത്, അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? ദാവീദ് വീട് വിട്ടു പോകേണ്ടതായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദാവീദ് പറയുകയാണ്, അങ്ങനെയുള്ള സന്ദർഭത്തിലും ഒരിക്കലും ഞാൻ നിരാശയോടെ പോയിട്ടില്ല. ദാവീദ് മക്കളെ പേടിച്ച് പോയിട്ടുണ്ട്, വീട് വിട്ടു പോയിട്ടുണ്ട്, ശൗലിനെ പേടിച്ച് പോയിട്ടുണ്ട്. ദാവീദ് പറയുകയാണ്, ഈ രണ്ട് സന്ദർഭങ്ങളിലും ഞാൻ ഒരിക്കലും നിരാശനായിരുന്നില്ല. കാരണം ദൈവം എന്നെ മറന്നുപോയി, ദൈവം എന്നെ കൈവിട്ട് കളഞ്ഞു, ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്നുള്ളതായ നിരാശ തനിക്കുണ്ടായിട്ടില്ല എന്നാണ് ദാവീദ് പറയുന്നത്. ദൈവമക്കളെ, അതാണ് ഒരു ഭക്തൻ്റെ ഉറപ്പെന്ന് പറയുന്നത്. നമുക്ക് പ്രതിസന്ധികളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ചിലതെല്ലാം നാം സമ്പാദിച്ച പ്രശ്നങ്ങളായിരിക്കാം, അഥവാ നമ്മുടെ തന്നെ തെറ്റുകൊണ്ട് സമ്പാദിച്ചതായിരിക്കാം. എങ്കിലും ക്ഷമിക്കുന്നൊരു ദൈവമുണ്ട്. എൻ്റെ പാപം ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ എൻ്റെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ, കർത്താവായ യേശുവിൻ്റെ തിരുരക്തം എൻ്റെ പാപത്തെ കഴുകി വെടിപ്പാക്കും. ക്രിസ്തു ക്ഷമിക്കുന്നവനാണ്. യേശുവിൻ്റെ രക്തം പാപം കഴുകുന്നതാണ്. ആ ഉറപ്പാണ്, ആ ധൈര്യമാണ് ഒരു ഭക്തനെ നിലനിർത്തുന്നത്. ഒരിക്കലും തെറ്റുകൾ പറ്റാത്തവനല്ല, അബദ്ധങ്ങൾ സംഭവിക്കാത്തവനല്ല, പാളിച്ചകൾ സംഭവിക്കാത്തതല്ല. മനഃപൂർവ്വമായി പോലും ചിലപ്പോൾ പാളിച്ചകൾ സംഭവിച്ചേക്കാം. പക്ഷേ ഒരു ഭക്തൻ്റെ ധൈര്യം എന്ന് പറയുന്നത് അവനൊരു ക്ഷമിക്കുന്ന ദൈവത്തെ അറിയാം. തൻ്റെ ഹൃദയം പകർന്ന് പ്രാർത്ഥിച്ചാൽ അതെല്ലാം ക്ഷമിക്കുന്ന ഒരു ദൈവത്തെ അറിയാമെന്നുള്ളതാണ് നമുക്ക് ദൈവസന്നിധിയിലേക്ക് വരാനുള്ള ധൈര്യമെന്ന് പറയുന്നത്. അതാണ് നമുക്ക് ദൈവത്തോട് അടുക്കുവാനുള്ളതായ നമ്മുടെ പിൻബലം എന്ന് പറയുന്നത്. ക്ഷമിക്കുന്നവനാണ് ദൈവം. കർത്താവായ യേശുക്രിസ്തു പാപം ക്ഷമിക്കുന്നവനാണ്. അവൻ പാപത്തിൻ്റെ കണക്ക് ചോദിക്കുന്നവനല്ല. അവൻ ന്യായാധിപനായിട്ട് ഇപ്പോൾ ഇരിക്കുന്നവനല്ല. ഇപ്പോൾ അവൻ പാപം ക്ഷമിക്കുന്നവനാണ്. ഈ തിരുവചനം കേൾക്കുന്ന നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ, പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അടുക്കലേക്ക് വന്ന് നിങ്ങളുടെ അവസ്ഥ തുറന്ന് പറയുകയാണ് വേണ്ടത്. അതാണ് ദാവീദ് പറയുന്നത്,
എന്നെ പരിശോധിക്കുന്നൊരു ദൈവമുണ്ടെന്ന് എനിക്കറിയാം. ആ ദൈവം എൻ്റെ ഉള്ളിൽ കിടക്കുന്ന മാലിന്യങ്ങളെല്ലാം കണ്ടെത്തുമെന്നും എനിക്ക് ഉറപ്പാണ്. അതിലെനിക്ക് നിരാശയില്ല. അതുകൊണ്ട് ഞാൻ പതറിപ്പോകുന്നില്ല. പക്ഷേ ഞാൻ ധൈര്യത്തോടെ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ദൈവം മനുഷ്യനെ ശോധന ചെയ്യുന്നത്? നമുക്ക് ചില സന്ദർഭങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. ശമൂവേൽ പ്രവാചകൻ്റെ 1-ാമത്തെ പുസ്തകം എടുക്കാം. അതിൻ്റെ 13-ാം അധ്യായം 12-13 വാക്യം ഒന്ന് വായിച്ച് നോക്കാം. 1 ശമൂവേൽ 13-ാം അധ്യായം 12-13 വാക്യം. ഫെലിസ്ത്യർ ഇപ്പോൾ ഇങ്ങ് ഗിൽഗാലിൽ വന്ന് എന്നെ ആക്രമിക്കും. ഞാൻ യഹോവയുടെ കൃപയ്ക്കായി അപേക്ഷിച്ചതുമില്ലല്ലോ എന്ന് വെച്ച് ഞാൻ ധൈര്യപ്പെട്ട് ഹോമയാഗം കഴിച്ചുപോയി എന്ന് പറഞ്ഞു. ശമൂവേൽ ശൗലിനോട് പറഞ്ഞത്, നീ ചെയ്തത് ഭോഷത്വം. നിന്റെ ദൈവമായ യഹോവ നിന്റെ കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. യഹോവ ഇസ്രായേലിന്മേൽ നിന്റെ രാജ്യത്വം എന്നേക്കുമായി സ്ഥിരമാക്കുമായിരുന്നു. ഇപ്പോഴോ നിന്റെ രാജ്യത്വം നിലനിൽക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. അവിടെ ശൗൽ രാജാവായി തുടങ്ങിയ കാലം അവൻ രാജാവായി തീർന്നു. ദൈവം അവനെ രാജാവാക്കി തീർത്തു. ജീവനുള്ള ദൈവം ശൗലിന് ഫിലിസ്ത്യരുമായിട്ടുള്ള ആ യുദ്ധം നേരിട്ടതായ സന്ദർഭം പ്രവാചകനായ ശമൂവേൽ പറഞ്ഞു, 7 ദിവസം കാത്തിരിക്കണം, അത് കഴിയുമ്പോൾ ഞാൻ വരും, വന്നു കഴിയുമ്പോൾ ഈ യാഗം കഴിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ 7 ദിവസം കഴിഞ്ഞപ്പോഴും ശമൂവേൽ പ്രവാചകൻ വന്നില്ല. അത് വന്നപ്പോൾ ശൗല് പ്രവാചകൻ വരുന്നതിന് മുമ്പേ യാഗം കഴിച്ചു. അവൻ തന്നെ യാഗം കഴിച്ചു. അവൻ അർഹതയില്ലാത്തത്, അവന് ചെയ്യാൻ പാടില്ലാത്തത്, ദൈവമുമ്പാകെ അവന് യോഗ്യമല്ലാത്തതായ ഒരു കാര്യം അവൻ താൻ രാജാവല്ലേ, അഭിഷേകമുള്ളവനല്ലേ, മനുഷ്യരുടെ മുമ്പിൽ തൻ്റെ വില പറഞ്ഞു പോകുമല്ലോ, ഇങ്ങനെയെല്ലാമുള്ള മാനുഷിക ചിന്ത കൊണ്ട് വലഞ്ഞിട്ട് തൻ്റെ പദവിയുടെ ആ ഒരു ശക്തിയോ അഥവാ പദവി ഉണ്ടല്ലോ എന്നുള്ളതായ ആ ഒരു ഹുങ്കിലോ അഹങ്കാരത്തിലോ ഏതായാലും അവൻ ചെയ്യാൻ മേലാത്തൊരു കാര്യം ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പ്രവാചകൻ വന്നു. പ്രവാചകൻ വന്നിട്ട് അവനോട് പറഞ്ഞു, നിനക്ക് ഭോഷത്വം സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, ആ കാലതാമസം ദൈവം അവൻ്റെ ഹൃദയത്തിലുള്ളത് അറിയാൻ വേണ്ടിയുള്ളതായ ഒരു സമയമായിരുന്നു. ശൗല് അധികാരത്തിൻ്റെ പിന്നിൽ തനിക്ക് ചെയ്യാൻ മേലാത്തത് ചെയ്തു. പലപ്പോഴും അതിന് ന്യായം പറയാനുണ്ട്. പക്ഷേ അവൻ്റെ ഹൃദയത്തിൽ കിടന്ന അഹങ്കാരം ആ സമയം വന്നപ്പോൾ, താമസം വന്നപ്പോൾ അത് പുറത്തേക്ക് ചാടിപ്പോയി. കാരണം താൻ ഇസ്രായേൽ രാജാവാണ്, തന്നെ കൂടാതെ ഇസ്രായേലിന് ജയിക്കാൻ പറ്റില്ല, അതുകൊണ്ട് തൻ്റെ കഴിവ് ആവശ്യമാണ്, അതുകൊണ്ട് ഞാൻ ചെറിയൊരു അവിവേകം പോലും എന്നുവെച്ചാൽ ഒരല്പം സ്പീഡിൽ ഞാൻ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ഒരു തെറ്റല്ല എന്നുള്ളതായ ഒരു മാനുഷിക ചിന്തയായിരിക്കാം വന്നത്. പക്ഷേ ഭോഷത്വമായിപ്പോയി. ജീവനുള്ള ദൈവം അവനെ പരിശോധിക്കുന്ന ഒരു സമയമായിരുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളായി നാം എപ്പോഴും കരുതലുള്ളവരായിരിക്കണം. എല്ലാത്തിനും നമുക്ക് കിട്ടിയതായ ദൈവകൽപ്പന അവനൊന്ന് ലംഘിച്ചു. ഞാൻ വന്നിട്ട് യാഗം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ തെറ്റുപറ്റി. നമുക്ക് ലഭിച്ചതായ നിർദ്ദേശത്തെ അതുപോലെ തന്നെ പാലിച്ചില്ല. എപ്പോഴും നാം ഓർക്കണം, നാം ദൈവത്തിൻ്റെ വചനപ്രകാരം തന്നെ നിന്നാലേ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ളതായ വഴികൾ തെളിഞ്ഞു വരികയുള്ളൂ. അവിടെ ഒരിക്കൽ പോലും സ്വന്തം ഇഷ്ടം വരാൻ പാടില്ല. മറ്റൊരു സന്ദർഭം നമുക്ക് വായിച്ചു നോക്കാം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കാം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അപ്പോൾ പിശാച് നമ്മളെ പരിശോധിക്കുന്ന സമയമുണ്ട്, പ്രലോഭനങ്ങളിലൂടെ. പ്രിയപ്പെട്ടവരെ, അരുതാത്ത ചിന്തകളിലൂടെ, അതിനുള്ള അവസരങ്ങളിലൂടെയെല്ലാം പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ എന്നുവെച്ചാൽ പ്രലോഭനങ്ങൾ നേരിടുന്ന മനുഷ്യൻ, പിശാചിൻ്റെ പ്രലോഭനങ്ങൾ നേരിടുന്ന മനുഷ്യൻ, കർത്താവായ യേശുവിനെ പോലും പിശാച് പരിശോധിച്ചതായിട്ട് നമുക്കറിയാം. കർത്താവ് തൻ്റെ വചനം ഉപയോഗിച്ച്, ദൈവത്തിൻ്റെ വചനം ഉപയോഗിച്ച് പിശാചിനെ ജയിച്ചു. പക്ഷേ പിശാചിൻ്റെ പ്രലോഭനത്തിൽ വീണുപോകുന്നതാണ് സാധാരണ മനുഷ്യരിൽ നാം കാണുന്നതായ പ്രത്യേകത. അവിടെ യാക്കോബ് ശ്ലീഹ പറയുകയാണ്, പ്രലോഭനം വരുമ്പോൾ സഹിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ആ പ്രലോഭനത്തിൽ ഓടി മാറേണ്ടതായ പ്രലോഭനങ്ങളുണ്ട്. അപ്പോൾ യൗവനകാലത്ത് യൗവനമോഹം കൊണ്ടായിരിക്കാം പിശാച് പരിശോധിക്കാൻ വരുന്നത്. യൗവനകാലത്ത് യൗവനത്തിൻ്റെതായ മോഹങ്ങളുണ്ട്. ആ മോഹങ്ങളുടെ വഴിയിലൂടെ പിശാച് പരിശോധിക്കാൻ വരുമ്പോൾ ഒരു യൗവനക്കാരനോ യൗവനക്കാരത്തെയോ എന്തു ചെയ്യണം,
ആ പ്രലോഭനത്തിൽ രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ വേദപുസ്തകം പറയുന്നുള്ളൂ, യൗവനമോഹങ്ങളെ വിട്ട് ഓടി മാറുക. അവിടെ ദാവീദ് ഗോലിയാത്തിനെ നേരിട്ടതുപോലെ അവിടെ നിന്നുകൊണ്ട് ആ ഗോലിയാത്തിനെ നേരിടുകയല്ല വേണ്ടത്. ആ സാഹചര്യം വിട്ട് മാറിപ്പോകുക. മിസ്രയീം കൊട്ടാരത്തിലെ ആ സുഖലോലുപത്വത്തിൻ്റെ മുമ്പിൽ മോശ നിന്നപ്പോൾ ആ സുഖലോലുപത്തിൻ്റെ നടുവിൽ, ആ സുന്ദരിമാരുടെ നടുവിൽ അവിടെയൊരു ഉറച്ചു നിന്നുകൊണ്ട് ഒരു വിശുദ്ധനായി നിൽക്കാനല്ല മോശ ശ്രമിച്ചത്. മോശ എന്താണ് ചെയ്തത്? മിസ്രയീം കൊട്ടാരം വിട്ടു പോയി. കാരണം മോശയുടെ പ്രായം, ആ പ്രായത്തിൻ്റേതായ ആ വശീകരണ ശക്തികൾ, അവിടെയുള്ളതായ ആ പണത്തിൻ്റേതായ സ്വാധീനം, ഇതെല്ലാം മനസ്സിലാക്കിയ മോശ അവിടെ തന്നെ നിന്നുകൊണ്ട് ഒരു ഭക്തനാകാനല്ല നോക്കിയത്, അവൻ ഓടിമാറുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത് യൗവനമോഹങ്ങളെ വിട്ട് ഓടുക എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പിൽ ധൈര്യമായി നിൽക്കണമെന്നുണ്ടെങ്കിൽ നാം ഓടി മാറേണ്ടതായ സന്ദർഭങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഏത് പ്രലോഭനം വന്നാലും അത് സഹിച്ച് ഓടി മാറേണ്ടിടത്ത് ഓടി മാറുക. സഹിച്ച് ജീവിക്കേണ്ടതായ ഒരു സാഹചര്യമാണെങ്കിൽ, ഒരു കുടുംബജീവിതത്തിലെ പ്രശ്നമാണെങ്കിൽ നമുക്ക് ഓടി മാറാൻ സാധിക്കില്ലല്ലോ. ഒരു ആരോഗ്യപരമായൊരു കാര്യമാണെങ്കിൽ ഓടി മാറാൻ സാധിക്കില്ലല്ലോ. ഒരു സാമ്പത്തികമായ ഒരു പ്രശ്നമാണെങ്കിൽ നമുക്ക് ഓടി മാറാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ അതെല്ലാം സഹിച്ചുകൊണ്ട് ഒരു വിശുദ്ധനായി ജീവിക്കുക. അതാണ് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ. അവിടെ ദൈവം മനുഷ്യനെ ശോധന ചെയ്യുന്നു. ഏതാണ് അവൻ്റെ മനോഭാവം? ഏതാണ് അവൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം? അവൻ ദൈവത്തോട് ഉടമ്പടിയുള്ളവനാണോ? അവൻ ദൈവസന്നിധിയിൽ കടപ്പാടുള്ളവനാണോ? അവൻ്റെ സമർപ്പണത്തിൽ അവൻ ഉറച്ചു നിൽക്കുന്നവനാണോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രായോഗികമായ ജീവിതത്തിൽ നാം എന്താണ് ചെയ്യുന്നത്? ഇത് കേൾക്കുന്ന യൗവനക്കാരെങ്ങനെ ഓടി മാറേണ്ടിടത്ത് ഓടി മാറുന്നുണ്ടോ? അതോ ഞാൻ ഉറച്ചു നിന്ന് ഞാനിവിടെ ഭക്തനായി തന്നെ ജീവിക്കും, ഞാൻ അങ്ങനെയൊന്നും വീഴില്ല, ഞാൻ ആ കൂട്ടുകെട്ടൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പ്രാർത്ഥനയൊന്നും മുടക്കൂല, ഞാൻ തിരുവചന ധ്യാനം മുടക്കൂല, പക്ഷേ കൂട്ടുകാരൊക്കെ എനിക്കുണ്ട്, ആ ഒരു ലാഘവത്തോടെ മുന്നോട്ട് പോവുകയാണോ? പരാജയം ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ. ഓടി മാറേണ്ടിടത്ത് ഓടി മാറിയേ മതിയാവുകയുള്ളൂ. എന്നാൽ ഉറച്ചു നിന്ന് കർത്താവിൽ ആശ്രയിച്ച് നിന്ന് പരീക്ഷയെ നേരിടേണ്ടതായ സന്ദർഭങ്ങളുണ്ട്. കാരണം ദൈവം നമ്മളെ പരിശോധിക്കുന്നതായ സമയം. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 2-ാം വാക്യം വായിക്കാം. ദൈവമനുഷ്യനെ ശോധന ചെയ്യുന്നു. എങ്ങനെയാണ് ശോധന ചെയ്യുന്നത്? നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിലിരിക്കുന്നത് അറിവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. 40 കൊല്ലക്കാലം ഇസ്രായേലിനെ താഴ്ത്തി പിടിച്ചു. ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിച്ച ദൈവം 40 കൊല്ലക്കാലം അവരെ താഴ്ത്തി പിടിക്കുകയായിരുന്നു. കാരണം അവർ ഉദ്ദേശിച്ച പോലെ പെട്ടെന്നപ്പുറം എത്തിയില്ല, കനാൻ നാട്ടിലെത്തിയില്ല. യാത്ര സുഗമമായിരുന്നില്ല. പ്രതീക്ഷിച്ചതുപോലെയുള്ളതായ അഭിവൃദ്ധിയോ അല്ലെങ്കിൽ അതുപോലെയുള്ളതായ ആർഭാടമോ ഒന്നും സാധ്യമായിരുന്നില്ല. പ്രശ്നങ്ങളായിരുന്നു, ബുദ്ധിമുട്ടുകളായിരുന്നു, വെള്ളമില്ല. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ആഹാരത്തിന് അതുപോലെ പഞ്ഞം, ആഹാരത്തിന് കുറവ്, പല കാര്യങ്ങളിൽ അവർക്ക് പ്രതിസന്ധി, മാനുഷികമായ ജീവിതത്തിൽ പ്രതിസന്ധിയാണ് നേരിട്ടത്. അവരെ താഴ്ത്തിപ്പിടിച്ച കാലമാണ്. അപ്പോൾ അവരിൽ അഹങ്കാരം വന്നു. അവർ പിറുപിറുപ്പുള്ളവരായി, അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കുന്നവരായി, അവർ ദൈവത്തോട് മത്സരിക്കുന്നവരായി, അവർ മോശയോട് മത്സരിക്കുന്നവരായി. അപ്പോൾ ആ താഴ്ചയുടെ കാലത്ത് അവരുടെ ഉള്ളിലുള്ളത് പുറത്തു വന്നു. അതാണ് ദൈവം അവരെ പരിശോധിച്ചു എന്ന് പറയുന്നത്. യഹോവേ, നീ എന്നെ ശോധന ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള കാലതാമസങ്ങൾ വരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ളതായ പ്രതിസന്ധികളെ നേരിടേണ്ടതായിട്ട് വരുന്നു. ഇതുപോലെയുള്ളതായ പ്രലോഭനങ്ങളെ നേരിടേണ്ടതായിട്ട് വരുന്നു. ഇതെല്ലാം വരുമ്പോഴും യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ ക്രൂശിൽ നിന്ന് നമ്മുടെ മുഖം മാറ്റാതെ അവിടെ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവിനെ പരിശോധിക്കുന്നു. എൻ്റെ ഹൃദയം അറിയുന്നു, എൻ്റെ ഹൃദയത്തിൻ്റെ നേരറിയുന്നു, നൈർമല്യം അറിയുന്നു എന്നുള്ള ഉറപ്പോടുകൂടെ ജീവിക്കാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. എപ്രകാരമാണ് ഭക്തന്മാർ ജീവിച്ചത്? ആ ധൈര്യമാണ് അവരുടെ ജീവിതത്തിൽ ഉറപ്പും ധൈര്യവും കൊടുത്തത്. ദാവീദിനെക്കുറിച്ച് ദൈവം പറഞ്ഞു, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ.
അവിടെ തന്നെ പറയുന്നുണ്ട്, 1 ശമൂവേലിൻ്റെ പുസ്തകം വായിച്ചാൽ കാണാം, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണെന്ന്. കാരണം എന്തെല്ലാം പ്രതിസന്ധികൾ വരാഞ്ഞിട്ടല്ല, പക്ഷേ ദൈവത്തിലുള്ള ആശ്രയം അവിടെ ഉറപ്പായിരുന്നു. അവിടെ പാപം വന്നപ്പോഴും ശരി, പരാജയം വന്നപ്പോഴും ശരി, പേടിച്ച് ഓടേണ്ടി വന്നപ്പോഴും, ശൗലിനെ പേടിച്ച് ഓടേണ്ടി വന്നപ്പോഴും ദാവീദ് ദൈവത്തിൽ നിന്ന് മാറിയില്ല. ഹൃദയം കൊണ്ട് ദാവീദ് എപ്പോഴും ദൈവത്തോടു കൂടിയായിരുന്നു. പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്രമാണോ? നമ്മുടെ നോട്ടം എപ്പോഴും ക്രിസ്തുവിലാണോ? നമ്മുടെ വിശ്വാസം എപ്പോഴും ക്ഷമിക്കുന്ന ക്രിസ്തുവിലാണോ? നമ്മുടെ ആശ്രയം ക്രിസ്തുവിൻ്റെ രക്തത്തിലാണോ? നമ്മുടെ പ്രത്യാശ ക്രിസ്തുവിൻ്റെ ക്രൂശിലാണോ? നമ്മുടെ ധൈര്യം വരുവാനുള്ള ലോകത്തെക്കുറിച്ചുള്ളതായ നമ്മുടെ ധൈര്യം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലാണോ? നമ്മുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള പോക്ക് വീണ്ടും വരാനുള്ള ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണോ നാം പോകുന്നത്? ധൈര്യമുള്ളവരായിരിക്കുക, ഉറപ്പുള്ളവരായിരിക്കുക. യഹോവേ, എന്നെ ശോധന ചെയ്യണമേ, എൻ്റെ ഹൃദയത്തിലുള്ളത് അറിയണമേ എന്ന് സഹോദരങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമേ, എൻ്റെ ഹൃദയത്തെ നീ ശോധന ചെയ്യണം. എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ കാലതാമസമുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന പലതും നടക്കുന്നില്ല. എനിക്ക് ധാരാളം പ്രതിസന്ധികളുണ്ട്. എനിക്ക് എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. എനിക്ക് പാപത്തിൻ്റെ പല വീഴ്ചകളും സംഭവിക്കുന്നുണ്ട്. എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ കാക്കാൻ ശക്തനാണ്. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കും. ഞാൻ ഈ പ്രതിസന്ധികളിൽ പതറാതെ നിൽക്കും. ഈ കാലതാമസത്തെ ഞാൻ അതിജീവിക്കും. ഈ പ്രലോഭന സാഹചര്യത്തെ ഞാൻ ക്രിസ്തുവിൽ ആശ്രയിച്ച് ഉറച്ചു നിൽക്കും. കരുണയുള്ള ദൈവമേ, എൻ്റെ ജീവിതത്തെ ഞാൻ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ ഉത്തരം തരുമാറാകണമേ. ആമീൻ.